നോക്കണ്ട, ഇതുകൂടിയേ ഉള്ളൂ. ആ കഞ്ഞിയൊന്നും വേണ്ട, ഇത് കഴിച്ചാൽ തന്നെ വയറ് അറിയല്ല. സിസ്റ്ററെ, എന്നെ നാളെ ഒന്ന് വിടുവോ? മിക്കവാറും നാളെ തന്നെ ഡിസ്ചാർജ് ആക്കും. രാവിലത്തെ റൗണ്ട്സ് ഒന്ന് കഴിയണം. ഓ, എങ്ങനെയുണ്ട് അച്ഛാ? ആ മരുന്ന് കഴിക്കാൻ പറഞ്ഞ എന്തൊരു മടിയാ. കുടിക്ക്. ഒരു ഓട്ടോഗ്രാഫ് കിട്ടുമോന്ന് അറിയാൻ വിളിച്ചതാ. നിന്റെ പോസ്റ്റ് വൈറലായി. 2.5 ലക്ഷം വ്യൂവേഴ്സും 3200 ഷെയർസും ഇതുവരെ. ആണോ? യോദ്ധാവിന് കുറച്ച് നല്ല പെൺപിള്ളേരുടെ ഫ്രണ്ട് റിക്വസ്റ്റുകളും വരുന്നുണ്ട്. ഞാനെല്ലാം അക്സെപ്റ്റ് ചെയ്തു. വേണ്ടായിരുന്നു. ഓ, നീ ഇപ്പൊ വലിയ സെലിബ്രിറ്റി ആയില്ലേ. ഇത് കുഴപ്പമില്ലല്ലോ അല്ലേ? എന്ത് പ്രശ്നം? കട്ട സപ്പോർട്ടാ എല്ലാരും. ഇതൊരു സംഭവമാകും ഉറപ്പാണ്. നീ ഒരു കലക്ക് കലക്കും, നോക്കിക്കോ. മോളെ, ഇനി ഭക്ഷണം കഴിച്ചിട്ട് സംസാരിക്കാം. ആ എടാ, ഞാൻ നിന്നെ പിന്നെ വിളിക്കാമേ. ശരിയോ? സാറേ, പെട്ടെന്ന് വിളിച്ച മീറ്റിംഗ് ആയതുകൊണ്ട് എല്ലാവരും കുറച്ച് കൺഫ്യൂഷനില്ല. എൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു. ഓ സാർ, 2 ദിവസമായി. ഒരാഴ്ച കൂടി കഴിഞ്ഞ് ജോയിൻ ചെയ്താൽ മതിയായിരുന്നല്ലോ. അധികം സ്ട്രെയിൻ ചെയ്യാതെ നോക്കണം കേട്ടോ. സാർ, സൂക്ഷിക്കണം. ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്, നിങ്ങളെ കണ്ടു കാണും. ഇവനാണ് യഥാർത്ഥ യോദ്ധാവ്. ഇന്നലെ കളക്ടറേറ്റിന് മുമ്പിലുണ്ടായ ലാത്തി ചാർജ് പോലെയോ ആദിവാസി സമരം പോലെയോ ഒന്നും അല്ല ഇത്. നമ്മൾ ഇനി പിടിക്കേണ്ടത് ഈ വിഷയത്തിൽ. അല്ല സാർ, അതൊരു അനോണിമസ് പോസ്റ്റ് അല്ലേ, പേര് പോലും വെളിപ്പെടുത്താതെ. അതിലെന്തെങ്കിലും വിശ്വാസ്യതയുണ്ടോ? ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണല്ലോ. ഇതിൽ എഴുതിയിരിക്കുന്ന സെലൻ വായിച്ചതല്ലേ? മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് വരുന്നു എന്ന് പറഞ്ഞു സാധാരണ ജനങ്ങൾ പുറത്തു നിൽക്കണം, അവർ പോലീസിന്റെ തല്ല് വാങ്ങിക്കണം. ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഇതിലുള്ളതാണല്ലോ. ഇതിൽ പരം ഇനി എന്ത് വിശ്വാസ്യതയാണ് സെലീന് വേണ്ടത്? വ്യാജ ഐഡി ആണെന്ന് വെച്ച് എഴുതിയത് സത്യമാണെങ്കിൽ നമ്മളത് അംഗീകരിക്കണ്ടേ? കണ്ട അമ്പട്ടൻ്റെ മോനൊക്കെ മുഖ്യമന്ത്രി ആയാലേ ഇതും ഇതിനപ്പുറവും നടക്കും. മുഖ്യമന്ത്രിയുടെ പേര് കേട്ടാൽ തന്നെ മുട്ടടിക്കുന്ന ചിലരൊക്കെ ഉണ്ട് ഇവിടെ. അവരാരും ഇവിടെ ഇരിക്കണമെന്നില്ല. സ്വന്തം പേര് വെളിപ്പെടുത്താൻ ധൈര്യമില്ലാത്തവർക്ക് മാത്രമേ CM-നെ വിമർശിക്കാൻ പറ്റൂ എന്ന അവസ്ഥയിലേക്കാണ് ഈ സംസ്ഥാനം നീങ്ങുന്നത്. ഇത് നമ്മൾ നോക്കി നിൽക്കണോ? CM എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും തലയാട്ടി സമ്മതിക്കാനല്ല ജനം വോട്ട് ചെയ്ത് നമ്മളെ ഇങ്ങോട്ട് എത്തിച്ചിരിക്കുന്നത്. ഇത് നിസ്സാര കാര്യമല്ല, സാധാരണക്കാരുടെ ദുരവസ്ഥയാണ്, അവരുടെ നിശ്ശബ്ദമായ കരച്ചിലാണ്. നമ്മൾ അവരുടെ കൂടെയാണ് നിൽക്കേണ്ടത്. എല്ലായിടത്തും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തണം, ശക്തമായി. ഒരു ഹർത്താലും വേണം. ഹർത്താല് വേണോ ജയനന്ദ? ഇപ്പൊ തന്നെ എത്ര എണ്ണായി? ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനൊക്കെ വേണ്ടിയിട്ടല്ലാതെ പിന്നെ എന്ത് അന്താരാഷ്ട്ര പ്രശ്നത്തിന്റെ പേരിലാ നമ്മളിവിടെ ഹർത്താൽ നടത്തേണ്ടത്? നമ്മുടേത് എപ്പോഴും ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കേണ്ട ഒരു പാർട്ടിയാണ്, അത് ഓർമ്മ വേണം. ഞാൻ പറഞ്ഞതിൽ മാറ്റമില്ല. മുഖ്യമന്ത്രി രാജിവെക്കുക, രാജിവെക്കുക, പുറത്തു പോകും. അസേര ഒഴിയൂ, കടക്കൽ ചന്ദ്ര. മുഖ്യമന്ത്രി രാജിവെക്കുക, പോലീസിന്റെ ദുർഭരണം അവസാനിപ്പിക്കുക. കണക്ക് കുറിച്ച് കടക്കൽ ചന്ദ്ര. ഒഴിയൂ, കടക്കൽ ചന്ദ്ര. മുഖ്യമന്ത്രി രാജിവെക്കുക. പോലീസ് രാജ് വേണ്ടേ വേണ്ട. മുഖ്യമന്ത്രി രാജിവെക്കുക. പോലീസ് രാജ് വേണ്ടേ വേണ്ട.
രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരം അക്രമാസക്തമായി. മുഖ്യമന്ത്രിയുടെ വാഹനം തടയാനായി ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി പ്രയോഗിച്ചു. അക്രമാസക്തരായ പ്രവർത്തകർ പോസ്റ്റ് ചെയ്തിട്ടുള്ള കഫേ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് സർ. അത് യൂണിവേഴ്സിറ്റി കോളേജിന് ഓപ്പോസിറ്റുള്ള സാബിലിംഗ് കോംപ്ലക്സിലാണ്. ഇനി വലിയ താമസം ഉണ്ടാവില്ല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് നടപടിയിൽ സർ. പ്രതിഷേധിച്ച് നാളെ കലക്ടറേറ്റുകളിലേക്ക് മാർച്ച് നടത്തുമെന്ന് നല്ല ചൂടില്ല. രാവിലെ DGP നേരിട്ട് വിളിച്ചാണ് ഓർഡർ കൊടുത്തത്. ആരും എടുക്കാൻ നിൽക്കുക. ഓക്കെ സർ, വി ആർ മൂവിങ് വെരി ഫാസ്റ്റ്. യു ഗേസ് ബെറ്റർ സർ. നല്ല ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഞാൻ ആദർശനെ സജസ്റ്റ് ചെയ്തേ. അവനാവുമ്പോൾ എല്ലാവരും കയ്യിലെടുക്കും. പക്ഷേ അവരുടെ കാൻഡിഡേറ്റ് സ്ട്രോങ് ആയിരിക്കും. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി മുദ്രകുത്തി തള്ളിക്കളയാൻ ഞങ്ങൾ ഒരുക്കമല്ല. ഇതൊരു വിഭാഗം സാധാരണ ജനങ്ങളുടെ ആത്മരോഷത്തിന്റെ പ്രശ്നമാണ്. നിങ്ങൾ തന്നെ പറയും, ഇങ്ങനൊരു മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് തുടരുന്നതിന് എന്ത് ന്യായീകരണമാണുള്ളത്? മുഖ്യമന്ത്രി കാരണമുണ്ടായ പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരമാണ് ഈ പോസ്റ്റ് ഇട്ട വ്യക്തിക്ക് ലഭിക്കാൻ പോകുന്നത്? പറയൂ. സ്വന്തം പേര് പോലും വെക്കാൻ ധൈര്യമില്ലാത്ത ഒരാളുടെ പോസ്റ്റിന് ഇത്രയും പ്രാധാന്യം കൊടുക്കണോ? എന്ത് ധൈര്യത്തിൽ പേര് വെക്കുമെന്ന് കൂടി പറയൂ മാഡം. പിടിച്ചാലേ അയാളെ ഇവർ വെറുതെ വിടും. ഏതായാലും ഈ കേരളത്തിലല്ലേ ജീവിക്കുന്നത്. നീ എന്താടാ ടിവിന്റെ അകത്തോട്ട് കയറാൻ പോവാണോ? മുഖ്യമന്ത്രിക്ക് അങ്ങനെ തന്നെ വേണം. പേര് വെച്ചിട്ട് എന്താ, അവൻ ആൺകുട്ടിയാണ്, അവനെ കണ്ടിട്ട് വേണം ഒരു കൈ കൊടുക്കാൻ. പ്രതിപക്ഷം 18-ാം തീയതി സംസ്ഥാന വാദമായി ഹർത്താൽ പ്രഖ്യാപിച്ചു. നീ ഉറങ്ങിയില്ലേ? എനിക്ക് നല്ലോണം പേടിയാവുന്നുണ്ട്. ചാനലുകളിലും ഓൺലൈൻ മീഡിയകളിലും ഒക്കെ ഇപ്പൊ ഇതാണ് വാർത്ത. ഇത് കുഴപ്പമാവോ? കുഴപ്പമൊന്നുമില്ലടാ. ഒരു 2 ദിവസത്തിനകം ഈ ബഹളം എല്ലാം സെറ്റിലാവും. നീ വരീഡ് ആവാതെ. ചായ ഒന്ന് കുടിക്കേ. നിന്റെ അമ്മനോട് പറഞ്ഞിട്ട് ഇത് കുറച്ച് പഞ്ചസാര ഇടാൻ പറ. ഇനി ഹാർട്ടിനല്ലേ പ്രശ്നമുള്ളൂ, ഷുഗറിന് പ്രശ്നമൊന്നുമില്ലോ. ആ ഇനിയിപ്പോ അതും കൂടി വരാത്തതിന്റെ ഒരു കുറവേ ഉള്ളൂ. അത് അങ്ങനെയും കുടിച്ചാൽ മതി. എനിക്കുള്ള ചോറ് കിട്ടിയോ? ആ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നീ വേഗം ഒന്ന് കാപ്പി കുടിക്കാൻ നോക്ക്. എനിക്കിന്ന് കോളേജിൽ പോണ്ടടാ. ആ ഇങ്ങനെ നടന്നു. നീ പെട്ടെന്ന് പഠിപ്പ് തീർത്തേ വല്ല ജോലിക്കും കയറാൻ നോക്ക്. അച്ഛന് പഴയ പോലെ വയ്യാന്നറിയില്ലേ? എന്താടാ എടാ, എന്താണെന്ന് നിനക്കിത് ഏത് സമയത്താണോ ഇങ്ങനെയൊക്കെ എഴുതാൻ തോന്നിയത്? അച്ഛനല്ലേ പറഞ്ഞു ഇത് എഴുതിയതിനെ സമ്മതിക്കണം, കൈ കൊടുക്കണം എന്നൊക്കെ. അത് നീയാണെന്ന് എനിക്കറിയാൻ പറഞ്ഞയാ. ഞാൻ വേറൊരാണെന്നല്ലേ വിചാരിച്ചത്. അസുഖമൊക്കെ മാറിയാ? ഇന്ന് പണിക്ക് പോകണ്ട. നല്ലൊരു പണി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതെവിടെ? പിതാവിന്റെ ഇപ്പൊ ചെല്ല്, ഇവിടെ ഒരു സീരിയസ് ആയിട്ട് കാര്യം സംസാരിക്കാം. നമ്മളിനി അച്ഛൻ ഞാൻ പോട്ടെ. ശരിയടാ, ബസ് കൊണ്ടുപോവാമോ? അമ്മ അറിയാൻ നിൽക്കണ്ട. ഒരു തൊഴിൽ തരുന്നില്ല. ഇതും കൂടെ ആയപ്പിന് തീർന്നു. പിന്നെ സീനി അറിയണ്ട. ഇനി വിഷമിക്കട്ടെ, ഞാൻ നൂർദിനായിട്ടും സംസാരിക്കട്ടെ. അപ്പൊ MLA കാണണം. എന്തിനു കാര്യം? അത് അദ്ദേഹത്തിനോട് നേരിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. ഇനി എന്നെ കാണണോ? ഇന്ന് തന്നെ കണ്ടിട്ട് കുഴപ്പമോ? അതിനെണ്ണ കുഴപ്പം പിടിച്ച വല്ല കേസുകളും തന്നെ അപ്പി. എന്നാ വരി.
മാത്യു സാറേ, കൗൺസിലർ നൂറുദ്ദീനാണേ. MLA ഉണ്ടോ? നിങ്ങൾ ഏതായാലും നാളെ അവിടെ വരെ ചെല്ല്. ശരി സാർ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്യുസിനെ വിളിച്ചാൽ മതി. പിന്നെ കാര്യം നടന്നു കഴിഞ്ഞാൽ മാന്യമായൊരു വിഹിതം ഇങ്ങോട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അതറിയാം സാർ. ശരി. എന്നാ അങ്ങനെ ആകട്ടെ. ഇരിക്കൂ. എന്തായാലും ഒരു ദിനം മേടിക്കാതെ കാര്യം പറയും. ഞാൻ ദാസപ്പൻ. കഴിഞ്ഞ തവണ ഞാൻ സാറിനാണ് വോട്ട് ചെയ്തത്. ഇവനും ഇവൻ്റെ കന്നി വോട്ടായിരുന്നു എൻ്റെ മകന സനലി. സാറേ, ഒരു പ്രശ്നമുണ്ട്, സാറും സഹായിക്കണം. കാര്യം പറയും. ഈ മുഖ്യമന്ത്രിക്കെതിരെ കമ്പ്യൂട്ടറിൽ പോസ്റ്റ് ഇട്ട ആളെ പിടിച്ച സാറേ. അതൊക്കെ പോലീസ് പിടിച്ചോളും. ഈ പിടിച്ചാൽ എന്തായിരിക്കും ശിക്ഷ? എന്താ ശിക്ഷ? എന്നാ ജന്മത്യാ എഴുതി അടക്കില്ല. എന്തിനൊക്കെ എഴുതി പിടിപ്പിച്ചേക്കുന്നേ? നിങ്ങൾ വന്ന കാര്യം പറയൂ. ഇവനാണ് അതെഴുതിയത്. മാത്യു, ഒരു മിനിറ്റ് ഒന്ന് പുറത്തു നിന്നേ. താൻ എന്താണ് എന്നെ കൊലക്കി കൊടുക്കാൻ വന്നാണോ? ഞാൻ അറിഞ്ഞില്ല സാറേ. ഇങ്ങനൊരു ഏടാകൂടായിട്ടാണ് ഇയാൾ വന്നതെന്ന് അമ്മച്ചാണെന്ന് അറിഞ്ഞില്ല. തന്നോട് എത്ര പ്രാവശ്യം ചോദിച്ചു കാര്യവത്തിരുന്ന്. സാറിന് ഇക്കാര്യത്തിൽ ഞങ്ങളൊന്ന് സഹായിക്കാൻ പറ്റുമോ? ഞാനിപ്പോ ചെയ്യേണ്ടത് നിങ്ങളെ പോലീസിൽ ഏൽപ്പിച്ചു കൊടുക്കുക എന്നതാണ്. അയ്യോ സാറേ, ചതിക്കരുത്. ഒരു കാര്യം ചെയ്യും, ഒരു നിവേദനം എഴുതി തന്നിട്ട് പോയിക്കോ. നിവേദനം ഈ കാര്യത്തിനാ? എടോ, നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. നാളെ ചോദ്യം വന്നാ ഞാൻ എന്ത് പറയും? തന്നെ വല്ല വഴിയുടെ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് എഴുതിട്ട് പോയിക്കോ. അത് ഞങ്ങൾക്ക് വഴിയുടെയും വെള്ളത്തിന്റെ പ്രശ്നമില്ല സാറേ. എന്റെ നൂറുദിനെ ഞാൻ ഡീൽ ചെയ്തോളാം സാർ. സാർ പോയിട്ട്. ആ, പിന്നെ നിങ്ങൾ എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല, ഞാനൊന്നും കേട്ടിട്ടുമില്ല. പ്രശ്നമാണ് ആ അവസാനത്തെ വരി സൂക്ഷിച്ചോ എന്നൊക്കെയുള്ളൊരു പ്രയോഗം. ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെയൊക്കെ എഴുതാം. മുഖ്യമന്ത്രിയുടെ ജീവന് അപകടമുണ്ട്, അല്ലെങ്കിൽ അപകടമുണ്ടാക്കും എന്നൊക്കെയല്ല എൻ്റെ അർത്ഥം. അയ്യോ സാറേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല എഴുതിയത്. You will be charged with the abetment of criminal offences that may be done by any other persons influenced by the post. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? സാറിന് മനസ്സിലായോ? അന്വേഷണം സ്ട്രോങ്ങാ. അവന്മാരുടെ കൈ കിട്ടിയ പിന്നെ ഞാൻ പറയണ്ടല്ലോ. ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണം സാറേ? ഒരു വഴിയുള്ളൂ.